ഇത് ഇൻ കേസ് നമ്മളെ കയ്യിൽ നിന്ന് അങ്ങനെ ഒട്ടയത്തിന്റെ സ്പീഡ് കാണിച്ചാൽ കേട്ടിട്ടുണ്ടാവും. അതിന്റെ ഒറിജിനൽ പേര് ഫാം ജാക്ക് ആണ്. അതായത് എന്താണ് അഗ്രികൾച്ചറൽ പർപ്പസിന് അതുപോലെ റെയിൽവേ പർപ്പസിനൊക്കെയാണ് ഈ സാധനം കാര്യമായിട്ട് ഉപയോഗിച്ചിരുന്നത്. അങ്ങനെയാണ് ഈ ഫാം ജാക്ക് എന്നുള്ള പേര് വന്നത്. ഇപ്പോൾ അതിന്റെ ഒരു ഉദാഹരണം മാലിക് പറഞ്ഞിരുന്നു. നമ്മളിപ്പോ ഈ കൃഷി സ്ഥലങ്ങളിലൊക്കെ അതിർത്തിയിൽ കല്ലുകൾ നാട്ടുമല്ലോ. അപ്പൊ തറച്ച കല്ലിന് മേലേക്ക് പൊക്കിയെടുക്കാൻ അത്ര എളുപ്പമല്ല. അപ്പൊ അങ്ങനത്തെ കേസിൽ ആ കല്ലിന്റെ അടിഭാഗത്ത് സ്ട്രാപ്പ് ഇട്ട് ഒരു തല ഇങ്ങോട്ട് വെച്ച് പൊക്കി കഴിഞ്ഞാല് പോസ്റ്റ് അടിയിൽ നിന്ന് പൊങ്ങി വരും. അപ്പൊ അങ്ങനെയാണ് ഇതിന് പേര് വന്നത്. പിന്നെ ഹൈലിഫ്റ്റ് ഉള്ളത് ഇത് മാനുഫാക്ചർ ചെയ്യുന്ന ഒരു മുൻനിര കമ്പനി ഹൈലിഫ്റ്റ് ആണ്. അങ്ങനെയാണ്. അപ്പൊ നമ്മളെ എല്ലാത്തിനും കോൾഗേറ്റ് എന്നാണ് പറയാ. ആ ഒരു ബ്രാൻഡ് നെയിം കാരണമാണ് പിന്നെ ഹൈലിഫ്റ്റ് ഇത് പേര് വന്നത്. ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വെച്ചാല് 3 അടി വരെ പൊക്കാൻ പറ്റും. ഈ വക സാധനങ്ങളുടെ കപ്പാസിറ്റി എന്ന് പറഞ്ഞ ഒരു 3 ടണ്ണൊക്കെയാണ് മാക്സിമം കപ്പാസിറ്റി വരുന്നത്. ഇത് നമ്മളെ മെയിൻ ആയിട്ട് ഇപ്പൊ നമുക്ക് ഓഫ് റോഡ് പർപ്പസിൽ ഇപ്പൊ ഇതിന്റെ ഒരു അണിയവനായിട്ടുള്ള പാറയും കല്ലൊക്കെ ഒരു ടെറൈനിൽ വന്നിട്ട് ടയർ പഞ്ചറാക്കിയാൽ സാധാരണ ഒരു ജാക്കി, ബോട്ടിൽ ജാക്കോ, സ്ക്രൂ ജാക്കോ അല്ലെങ്കിൽ സിസർ ജാക്കോ നമുക്ക് യൂസ് ചെയ്യാൻ കഴിയില്ല. അങ്ങനത്തെ കേസിൽ സൈഡിൽ റോക്ക് സ്ലൈഡർ അല്ലെങ്കിൽ ഫ്രണ്ടിൽ ബമ്പർ ഉണ്ടെങ്കിൽ ആ ബമ്പറിലേക്ക് ഇത് മുട്ടിച്ചു വെക്കുക. ഇത് 2 ലോക്കാണ് ഇത് വരുന്നത്. ഈ പിന്നിന് 2 പിന്നിൽ ഈ സൈഡിൽ ഒന്നും കാണില്ല. 2 ക്ലിക്ക് വരും. അതായത് ഇപ്പൊ ഇങ്ങോട്ട് താത്തി പിടിച്ചിരിക്കണ ഞാൻ ഇങ്ങോട്ട് പൊക്കുമ്പോ ഈ പിന്ന് ലോക്കായി, രണ്ടാമത്തേല് ഈ പിന്ന് ലോക്കായി. അതുപോലെ പൊക്കാനും താത്താനും വേണ്ടിയിട്ടുള്ള സാധനമാണ് ഈ ലിവർ. ഇത് മേലോട്ട് പൊക്കിയിട്ട് ഈ ലിവർ ഇങ്ങനെ ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പിന്നെ റിലീസായി ഇത് ലോക്കായി, 2 ലോക്കായി. അതുപോലെ താഴ്ത്തണമെങ്കിൽ ഈ ലിവർ താഴോട്ട് താത്തുക. ഈ സാധനം നമ്മള് ഇപ്പൊ ഇതിലേക്ക് ലോഡ് വന്നാലും കാര്യം കാണിച്ചു തരാം. ഇത് എപ്പോഴും സേഫ് ആയിട്ട് ഇങ്ങനെ ഉപയോഗിക്കാനല്ലേ പറയാ. ഇവിടുന്ന് മാറി നിന്നാണ്ട് ഇങ്ങനെ ഉപയോഗിക്കണം എന്നാണ് പറയാ. ഒരിക്കലും നമ്മളെ താടിയിൽ ഇങ്ങനെ ഒന്ന് നിൽക്കരുത്. ഈ സാധനം ഇൻ കേസ് നമ്മളെ കയ്യിൽ സ്ലിപ്പ് ആയി കഴിഞ്ഞാൽ താടിയിൽ പൊട്ടും. ഈ താഴ്ത്തുന്ന സമയത്ത് ഇത് ഇൻ കേസ് നമ്മളെ കയ്യിൽ നിന്ന് അങ്ങനെ ഒട്ടയത്തിന്റെ സ്പീഡ് കാണിച്ചാൽ ഹാൻഡിൽ തിരിച്ച് റിട്ടേൺ വന്നത് ശ്രദ്ധിച്ചു. നമ്മളെ കയ്യിൽ നിന്ന് ഇത് പോയി കഴിഞ്ഞാൽ നേരെ വന്നിട്ട് നമ്മളെ മോട്ടടിച്ച് കഴിഞ്ഞാൽ ഭയങ്കര അതാണ്. പിന്നെ ലോക്കിങ് ഇതുകൊണ്ടല്ലേ വേറൊരു നമുക്ക് വണ്ടി പൊക്കം നമ്മൾ ഉപയോഗിച്ചു. അതുപോലെ ഇനിയിപ്പോ ഈ സൈഡിൽ നിന്ന് അങ്ങോട്ട് തള്ളി നീക്കണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. അതായത് ഈ വണ്ടി അങ്ങോട്ട് നീക്കണമെങ്കിൽ ഇതിന്റെ ഈ സൈഡ്